ആൻഡ് ഹാലോ അറീൻസ് എന്ന ചാപ്റ്ററിൻ്റെ ലാസ്റ്റ് ക്ലാസ്സാണ് ഇന്നത്തേത്. ആ ചാപ്റ്ററിലെ കുറച്ച് ഭാഗങ്ങൾ ഒഴിവാക്കിക്കൊണ്ടാണ് നമുക്ക് ഫോക്കസ് പോയിൻറ്റ്സ് തന്നിരിക്കുക. അപ്പോൾ ഫോക്കസ് പോയിൻറ്റ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഹാലോ ആൽക്കെയിൻസിൻ്റെ റിയാക്ഷൻസ് ആണ് പഠിച്ചുകൊണ്ടിരുന്നത്. ന്യൂക്ലിയോഫീലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻസ്. ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് ഇലക്ട്രോഫീലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻസ് ഓഫ് ഹാലോ അറീൻസ്. ഹാലോ അറീൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, ബെൻസീൻ റിങ്ങിലേക്ക് നേരിട്ട് ഹാലോജൻ അറ്റാച്ച് ചെയ്തിരിക്കുന്ന കോമ്പൗണ്ടുകളാണ് ഹാലോ അറീൻസ്. ഇതെങ്ങനെ എഴുതാം നമുക്ക്? അപ്പോൾ ഹാലോ അറീനുകളുടെ കെമിക്കൽ റിയാക്ഷൻസ് ആണ് നമ്മൾ ഇന്ന് പഠിക്കുക. ഹാലോ അറീൻസിൽ ഹാലോജൻ ആറ്റം അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ബെൻസീൻ റിങ്ങിലെ കാർബണിലേക്കാണ്. ബെൻസീൻ റിങ്ങിലെ കാർബൺ sp2 ഹൈബ്രിഡൈസ്ഡ് ആണ്. ഹാലോ ആൽക്കെയിൻസിൽ കാർബൺ ആറ്റം sp3 കാർബണിലേക്കാണ് ഹാലോജൻ അറ്റാച്ച് ചെയ്തിരിക്കുക. ഹാലോ അറീൻസിൽ sp2 കാർബണിലേക്കാണ് ഹാലോജൻ അറ്റാച്ച് ചെയ്തിരിക്കുക. അപ്പോൾ sp3 കാർബണിനേക്കാൾ ഇലക്ട്രോ നെഗറ്റിവിറ്റി കൂടുതലാണ് sp2 കാർബണിന്. ഇലക്ട്രോ നെഗറ്റിവിറ്റി കൂടുതലായതുകൊണ്ട് തന്നെ ഈ കാർബൺ ഹാലോജൻ ബോണ്ടിലെ ഇലക്ട്രോൺസിനെ ഈ കാർബണും ശക്തിയായി തന്നെ അട്രാക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഹാലോ ആൽക്കെയിൻസിലെ ബോണ്ട് മുറിയുമ്പോൾ ഹാലോജൻ ഇലക്ട്രോൺ പെയറിനെ എടുത്തുകൊണ്ട് X- ആയിട്ടാണ് പോകുന്നത് എന്ന് നമ്മൾ കണ്ടു. പകരം വേറൊരു ന്യൂക്ലിയോഫൈൽ വരുന്ന റിയാക്ഷനാണ് നമ്മളവിടെ കണ്ടത്. പക്ഷെ ഇവിടെ ഹാലോ അറീൻസിൽ sp2 കാർബണിലേക്കാണ് ഹാലോജൻ അറ്റാച്ച് ചെയ്തിരിക്കുക. അപ്പോൾ sp2 കാർബൺ മോർ ഇലക്ട്രോ നെഗറ്റീവ് ആണ്. അപ്പോൾ കാർബൺ ഹാലോജൻ ബോണ്ടിലെ ഇലക്ട്രോൺസിനെ ഈ കാർബണും ശക്തിയായി തന്നെ അട്രാക്ട് ചെയ്യുന്നത് കൊണ്ട് ഈ ഹാലോജന് ഈ ഇലക്ട്രോൺ പെയറിനെ എടുത്തുകൊണ്ട് X- ആയിട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ അത് മാത്രമല്ല, മറ്റു പല റീസൺസും ഉണ്ട്. നമുക്ക് ആ റീസൺസ് ഒന്നും നിങ്ങൾക്ക് ഇപ്രാവശ്യം പഠിക്കാനില്ല. അതുകൊണ്ട് ഹാലോ അറീൻസിലെ ഹാലജനെ X- ആയി റിമൂവ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. സോ ഹാലോ അറീൻസ് എളുപ്പത്തിൽ ന്യൂക്ലിയോഫീലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ തരില്ല. പകരം അവർ ഏറ്റവും കൂടുതലായിട്ട് തരിക ഇലക്ട്രോഫീലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻസ് ആണ്. സബ്സ്റ്റിറ്റ്യൂഷൻ ബൈ ആൻ ഇലക്ട്രോഫൈൽ. ഇലക്ട്രോഫൈൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇലക്ട്രോൺ ലവിങ് ആണ്. ഇലക്ട്രോൺ ലവിങ് ആണെന്ന് പറഞ്ഞാൽ അവർ ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ് ആയിരിക്കണം. ഇലക്ട്രോൺസിൻ്റെ കുറവുള്ളവർക്കാണ് ഇലക്ട്രോൺസിനെ അട്രാക്ട് ചെയ്യാൻ താല്പര്യം കൂടുതൽ. അപ്പോൾ ഇലക്ട്രോഫൈലുകൾ എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ പോസിറ്റീവ്ലി ചാർജ്ഡ് സ്പീഷീസ് ആവാം, അല്ലെങ്കിൽ ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ് ആയ ന്യൂട്രൽ മോളിക്യൂളുകളാകാം, BF3 പോലെ. ഹാലോ അറീൻസിലെ ബെൻസീൻ റിങ്ങിലെ ഒരു ഹൈഡ്രജനെ H+ ആയിട്ട് റിമൂവ് ചെയ്യുന്നു. ബെൻസീൻ റിങ്ങിലെ കാർബണുകളിൽ ഹൈഡ്രജൻ ഉണ്ട്. അതിൽ ഹൈഡ്രജനെ H+ ആയിട്ട് റിമൂവ് ചെയ്തിട്ട് ആ സ്ഥാനത്തേക്ക് പുതിയ ഇലക്ട്രോഫൈൽ വരുന്നു. നമുക്ക് E+ എന്നെഴുതാം. അത്തരം റിയാക്ഷൻസ് ആണ് ഇലക്ട്രോഫീലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻസ്. ബെൻസീൻ റിങ്ങിലെ ഹൈഡ്രജനെ H+ ആയി റിമൂവ് ചെയ്തുകൊണ്ട് ആ സ്ഥാനത്തേക്ക് പുതിയ ഇലക്ട്രോഫൈലുകൾ വരുന്ന റിയാക്ഷനാണ് ഇലക്ട്രോഫീലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. ബെൻസീൻ റിങ്ങുള്ള കോമ്പൗണ്ട്സ് ജനറൽ ആയിട്ട് തരുന്ന റിയാക്ഷൻസ് ആണ് ഇലക്ട്രോഫീലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻസ്. നമ്മൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ചിട്ടുണ്ട് ഹാലോജനേഷൻ, നൈട്രേഷൻ, സൾഫോണേഷൻ എക്സെട്ര. അപ്പോൾ അത്തരം റിയാക്ഷൻസ് തന്നെയാണ് നമ്മൾ ഇവിടെയും പഠിക്കുക.
അപ്പോൾ ഇവിടെ ഹാലോ അറീനാണ്. അപ്പോൾ ഇവിടെ ബെൻസീൻ റിങ്ങിൽ ഒരു ഹാലോജൻ ഉണ്ട്. അപ്പോൾ ഒരു കാർബണിനോട് അറ്റാച്ച് ചെയ്ത് ഹാലോജൻ ആണ് നിൽക്കുക. ബാക്കി 5 കാർബൺസിലും ഹൈഡ്രജൻ ഉണ്ട്. അതിലൊരു ഹൈഡ്രജനെ റീപ്ലേസ് ചെയ്തിട്ടാണ് പുതിയ ഇലക്ട്രോഫൈൽ വരേണ്ടത്. ഇപ്പോൾ ബെൻസീൻ റിങ്ങിൽ ഓൾറെഡി ഒരു സബ്സ്റ്റിറ്റ്യൂവൻ്റ് ഉണ്ടെങ്കിൽ രണ്ടാമത്തെ സബ്സ്റ്റിറ്റ്യൂവൻ്റ് എങ്ങോട്ടാണ് വരിക, ഏത് പൊസിഷനിലേക്കാണ് വരിക എന്ന് തീരുമാനിക്കുന്നത് ആദ്യത്തെ സബ്സ്റ്റിറ്റ്യൂവൻ്റ് ആണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഡയറക്റ്റീവ് ഇൻഫ്ലുവൻസ് എന്ന്. രണ്ടാമത്തെ സബ്സ്റ്റിറ്റ്യൂവൻറ്റിനെ ഏത് പൊസിഷനിൽ ഇരുത്തണം എന്ന് തീരുമാനിക്കാനുള്ള കഴിവാണ് ഡയറക്റ്റീവ് ഇൻഫ്ലുവൻസ്. അത് 2 തരത്തിലുണ്ട് എന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഓർത്തോ പാരാ ഡയറക്റ്റിങ്ങും മെറ്റാ ഡയറക്റ്റിങ്ങും. ഓർത്തോ പാരാ ഡയറക്റ്റിംഗ് ആൻഡ് മെറ്റാ ഡയറക്റ്റിംഗ്. പുതിയ സബ്സ്റ്റിറ്റ്യൂവൻറ്റിനെ ഓർത്തോ പൊസിഷനിലേക്ക് എന്ന് പറഞ്ഞാൽ ആദ്യത്തെ സബ്സ്റ്റിറ്റ്യൂവൻറ്റിൻ്റെ തൊട്ടടുത്ത പൊസിഷൻ, രണ്ടാമത്തെ പൊസിഷനിലേക്ക് അല്ലെങ്കിൽ 4ാമത്തെ പൊസിഷനിലേക്ക് ഡയറക്റ്റ് ചെയ്യുന്നവരാണ് ഓർത്തോ പാരാ ഡയറക്റ്റിംഗ്. ആദ്യത്തെ സബ്സ്റ്റിറ്റ്യൂവൻറ്റിൻ്റെ 3ാമത്തെ പൊസിഷനിലേക്ക് ഡയറക്റ്റ് ചെയ്യുന്നവരാണ് മെറ്റാ ഡയറക്റ്റിംഗ്. ഇതാണ് ഫസ്റ്റ് സബ്സ്റ്റിറ്റ്യൂവൻറ്റ് ഇരിക്കുന്ന കാർബണെങ്കിൽ ഇത് രണ്ടും 1, 3 പൊസിഷനുകളാണ് മെറ്റാ പൊസിഷൻസ്. 1, 2 ഓർത്തോ, 1, 4 പാരാ. നമ്മൾ പഠിച്ചതാണ് ഫസ്റ്റ് ഇയറിൽ. അപ്പോൾ ബെൻസീൻ റിങ്ങിൽ ഓൾറെഡി ഒരു സബ്സ്റ്റിറ്റ്യൂവൻ്റ് ഉണ്ടെങ്കിൽ പുതിയ സബ്സ്റ്റിറ്റ്യൂവൻ്റ് എങ്ങോട്ടാണ് വരുന്നത് എന്ന് തീരുമാനിക്കുക ആദ്യത്തെ സബ്സ്റ്റിറ്റ്യൂവൻ്റ് ആണ്. അതിനെ നമ്മൾ ഡയറക്റ്റീവ് ഇൻഫ്ലുവൻസ് എന്ന് പറയും. അത് 2 തരത്തിലുണ്ട്, ഓർത്തോ പാരാ ഡയറക്റ്റിങ്ങും മെറ്റാ ഡയറക്റ്റിങ്ങും. പുതിയ സബ്സ്റ്റിറ്റ്യൂവൻറ്റിനെ ഓർത്തോ പൊസിഷനിലേക്കോ പാരാ പൊസിഷനിലേക്കോ ഡയറക്റ്റ് ചെയ്താൽ നമ്മൾ അവരെ ഓർത്തോ പാരാ ഡയറക്റ്റിംഗ് എന്ന് വിളിക്കും. മെറ്റാ പൊസിഷനിലേക്ക് ഡയറക്റ്റ് ചെയ്താൽ നമ്മൾ അവരെ മെറ്റാ ഡയറക്റ്റിംഗ് എന്ന് വിളിക്കും. അപ്പോൾ ഇവിടെ നമ്മുടെ ബെൻസീൻ റിങ്ങിലെ സബ്സ്റ്റിറ്റ്യൂവൻ്റ് ഹാലോജൻ ആണ്. ഹാലോജൻ ഓർത്തോ പാരാ ഡയറക്റ്റിംഗ് ആണ്. നമ്മൾ ഫസ്റ്റ് ഇയറിൽ ഓർത്തോ പാരാ ഡയറക്റ്റിംഗ് ഗ്രൂപ്പുകൾക്ക് എക്സാമ്പിളൊക്കെ പഠിച്ചിട്ടുണ്ട്. മെറ്റാ ഡയറക്റ്റിംഗ് ഗ്രൂപ്പുകൾക്കൊക്കെ പഠിച്ചിട്ടുണ്ട്. വിശദമായിട്ട് നമ്മളത് പഠിച്ചതാണ്. നമ്മൾ അതിലേക്കൊന്നും പോണില്ല. ഇത്ര മാത്രം ഓർക്കുക, ഹാലോജൻ ഓർത്തോ പാരാ ഡയറക്റ്റിംഗ് ആണ് എന്ന് പറഞ്ഞാൽ ഹാലോജൻ ഇരിക്കുന്നുണ്ടെങ്കിൽ തൊട്ടടുത്ത സബ്സ്റ്റിറ്റ്യൂവൻ്റ് വരുന്നത് ഓർത്തോ പൊസിഷനിലേക്കും പാരാ പൊസിഷനിലേക്കും ആയിരിക്കും. അതാണ് നിങ്ങൾ മനസ്സിൽ വയ്ക്കേണ്ടത്. അപ്പോൾ ഇനി നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻസിലേക്ക് വരാം. ഒന്ന് ഹാലോജനേഷൻ എന്ന് പറഞ്ഞാൽ സബ്സ്റ്റിറ്റ്യൂഷൻ ബൈ ഹാലോജൻ. സബ്സ്റ്റിറ്റ്യൂഷൻ ബൈ ഹാലോജൻ. ക്ലോറോബെൻസീൻ. ഹാലോജനേഷൻ നടക്കുമ്പോൾ നമ്മൾ റിയാക്റ്റൻ്റ് ആയിട്ട് എടുക്കുക ക്ലോറിൻ ആണ്, ഹാലോജൻ ആണ്. ഞങ്ങളുടെ ക്ലോറിനേഷൻ ആണ് നടത്തേണ്ടതെങ്കിൽ ക്ലോറിൻ കൊണ്ടുവരുന്നു. റിയാക്ഷൻ ടേക്സ് പ്ലേസ് ഇൻ പ്രസൻസ് ഓഫ് അലൂമിനിയം ക്ലോറൈഡ് ഓർ ഫെറിക് ക്ലോറൈഡ്. ബെൻസീൻ റിങ്ങിൻ്റെ ഹാലോജനേഷൻ നടക്കുന്നത് അലൂമിനിയം ക്ലോറൈഡിൻ്റെയോ ഫെറിക് ക്ലോറൈഡിൻ്റെയോ പ്രസൻസിലാണ്. ഇത് രണ്ടും ലൂയിസ് ആസിഡുകളാണ്. നമ്മൾ മെക്കാനിസം ഒക്കെ പഠിച്ചതാണ് ക്ലോറിനേഷൻ്റെ. ഇനി അതിലേക്കൊന്നും പോണില്ല. ക്ലോറിൻ ആണ് വരേണ്ടതെങ്കിൽ നമ്മൾ അലൂമിനിയം ക്ലോറൈഡോ ഫെറിക് ക്ലോറൈഡോ എടുക്കും. ബ്രോമിൻ ആണ് കൊണ്ടുവരേണ്ടതെങ്കിൽ അലൂമിനിയം ബ്രോമൈഡോ ഫെറിക് ബ്രോമൈഡോ എടുക്കും. അപ്പോൾ ഇവിടെ ഞാൻ ക്ലോറിനേഷൻ ആണ് നടത്തുക. അപ്പോൾ ബെൻസീൻ റിങ്ങിലേക്ക് പുതിയതായിട്ട് വരാൻ പോകുന്നത് ക്ലോറിൻ ആണ്. അപ്പോൾ ഓൾറെഡി ഒരു ക്ലോറിൻ അവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ രണ്ടാമത്തെ ക്ലോറിൻ വരുന്നത് ഓർത്തോ പൊസിഷനിലേക്കും
പാരാ പൊസിഷനിലേക്കും. ഓർത്തോ എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ പൊസിഷൻ, പാരാ എന്ന് പറഞ്ഞാൽ നാലാമത്തെ പൊസിഷൻ. ഇതാണ് പ്രോഡക്റ്റ്. ബെൻസീൻ റിങ്ങിനെ ഹാലോജനേഷൻ നടത്താൻ നമ്മൾ ഉപയോഗിക്കുന്ന റീഏജൻസ് ഹാലോജൻ ഇൻ പ്രസൻസ് ഓഫ് ഫെറിക് ഹാലൈഡ് ഓർ അലൂമിനിയം ഹാലൈഡ്. അപ്പോൾ ഏത് ഹാലജനെയാണോ കൊണ്ടുവരേണ്ടത് അതനുസരിച്ചുള്ള ഹാലൈഡ് ആയിരിക്കും ഇവിടെ എടുക്കുക. അലൂമിനിയം ഹാലൈഡ് ഓർ ഫെറിക് ഹാലൈഡ്. നമുക്ക് പ്രോഡക്റ്റ് കിട്ടുന്നു. 2 പ്രോഡക്റ്റുകൾ കിട്ടും. കാരണം ഓർത്തോ പാരാ ഡയറക്റ്റിംഗ് ആണ്. ഈ 2 പ്രോഡക്റ്റുകളുടെയും മോളിക്യുലാർ ഫോർമുല സെയിം ആണ്. ആകെയുള്ള വ്യത്യാസം ഫങ്ഷണൽ ഗ്രൂപ്പിന്റെ പൊസിഷനിൽ മാത്രമേ ഉള്ളൂ. ആദ്യത്തേതിൽ അടുത്തടുത്ത പൊസിഷനിൽ അഥവാ അഡ്ജസൻറ്റ് പൊസിഷനിൽ അഥവാ 1-2 പൊസിഷനിൽ സബ്സ്റ്റിറ്റ്യൂവൻസ് വന്നിരിക്കുന്നു, അല്ലെങ്കിൽ ഫങ്ഷണൽ ഗ്രൂപ്പ് വന്നിരിക്കുന്നു. രണ്ടാമത്തേതിൽ 1-4 പൊസിഷനിൽ. അപ്പോൾ പൊസിഷനിൽ മാത്രം വ്യത്യാസമുള്ള ഐസോമറുകളെ നമ്മൾ വിളിക്കുന്ന പേര് പൊസിഷൻ ഐസോമേഴ്സ് എന്നാണ്. സോ ദീസ് 2 ആർ പൊസിഷൻ ഐസോമേഴ്സ്. ഇവരുടെ പേര് 1,2 ഡൈക്ലോറോബെൻസീൻ ആൻഡ് 1,4 ഡൈക്ലോറോബെൻസീൻ. 1,2 ഡൈക്ലോറോബെൻസീൻ ആൻഡ് 1,4 ഡൈക്ലോറോബെൻസീൻ. രണ്ടാമത്തെ റിയാക്ഷൻ നൈട്രേഷൻ. നൈട്രേഷൻ എന്ന് പറഞ്ഞാൽ സബ്സ്റ്റിറ്റ്യൂഷൻ ബൈ നൈട്രോ ഗ്രൂപ്പ്. ബെൻസീൻ റിങ്ങിലേക്ക് നൈട്രോ ഗ്രൂപ്പ് വരുന്ന റിയാക്ഷനാണ് നൈട്രേഷൻ. നൈട്രോ ഗ്രൂപ്പ് വരുന്നത് ഒരു ഇലക്ട്രോഫൈൽ ആയിട്ടാണ്. NO2 പോസിറ്റീവ് നൈട്രോണിയം അയോൺ ആയിട്ടാണ് വരിക. മെക്കാനിസം നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ് ഫസ്റ്റ് ഇയറിൽ. ഇപ്പോൾ ബെൻസീൻ റിങ്ങിലേക്ക് നൈട്രോ ഗ്രൂപ്പിനെ കൊണ്ടുവരാൻ നമ്മൾ ഉപയോഗിക്കുക നൈട്രേറ്റിംഗ് മിക്സ്ചർ ആണ്. കോൺസെൻട്രേറ്റഡ് നൈട്രിക് ആസിഡിൻ്റെയും കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡിൻ്റെയും മിക്സ്ചർ. ഈക്വൽ വോളിയംസ് ഓഫ് കോൺസെൻട്രേറ്റഡ് നൈട്രിക് ആസിഡ് ആൻഡ് concentrated sulfuric acid. അപ്പോൾ ഇവിടെ ക്ലോറോബെൻസീൻ is treated with concentrated nitric acid and concentrated sulfuric acid. Mixture of equal volumes of concentrated nitric acid and concentrated sulfuric acid. അപ്പോൾ ബെൻസീൻ റിങ്ങിലേക്ക് നൈട്രോ ഗ്രൂപ്പ് വരുന്നു. ഓർത്തോ പൊസിഷനിലേക്കും പാരാ പൊസിഷനിലേക്കുമാണ് വരിക. അപ്പോഴും ഒരു ഐസോമറുകളാണ് കിട്ടിയത്, പൊസിഷൻ ഐസോമറുകൾ. ആദ്യത്തെ കോമ്പൗണ്ടിൻ്റെ പേര് 1-chloro-2-nitrobenzene. അപ്പം അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തേതിൻ്റെ പേരെങ്ങനെ പറയും? 1-chloro-4-nitrobenzene. കിട്ടിയോ? That is nitration. മൂന്നാമത്തേത് സൾഫോണേഷൻ. സൾഫോണേഷൻ എന്ന് പറഞ്ഞാൽ സബ്സ്റ്റിറ്റ്യൂഷൻ ബൈ SO3H ഗ്രൂപ്പ്. SO3H ഗ്രൂപ്പിന്റെ പേര് സൾഫോണിക് ആസിഡ് ഗ്രൂപ്പ് എന്നാണ്. അപ്പോൾ ബെൻസീൻ റിങ്ങിലേക്ക് സൾഫോണിക് ആസിഡ് ഗ്രൂപ്പിനെ കൊണ്ടുവരുന്ന റിയാക്ഷനാണ് സൾഫോണേഷൻ. SO3H ഗ്രൂപ്പിനെ ബെൻസീൻ റിങ്ങിലേക്ക് കൊണ്ടുവരാൻ നമ്മൾ ഉപയോഗിക്കുന്ന റീയേജന്റ് കോൺസെൻട്രേറ്റഡ് സൾഫ്യൂറിക് ആസിഡ് ആണ്. കോൺസെൻട്രേറ്റഡ് H2SO4. So chlorobenzene is treated with the concentrated sulfuric acid. അപ്പോൾ
ക്ലോറോബെൻസീനിൽ ക്ലോറിൻ്റെ ഓർത്തോ പൊസിഷനിലേക്കും പാരാ പൊസിഷനിലേക്കും SO3H ഗ്രൂപ്പ് വരുന്നു. കോമ്പൗണ്ടിൻ്റെ പേര് നമ്മൾ ഒന്നിലധികം ഫങ്ഷണൽ ഗ്രൂപ്പുകൾ വരുമ്പോൾ അത്തരം കോമ്പൗണ്ടുകളെ നെയിം ചെയ്യുന്നത് പഠിച്ചിട്ടുണ്ട്. ആ ഫങ്ഷണൽ ഗ്രൂപ്പുകളിൽ അവർ നമ്മൾ പ്രയോറിറ്റി ഓർഡർ അനുസരിച്ച് നോക്കും. അപ്പം അതിൽ ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി ആൾക്കാണോ അയാളുടെ പേരിലാണ് ആ കോമ്പൗണ്ട് അറിയപ്പെടുക. ബാക്കിയുള്ളവരെ നമ്മൾ സബ്സ്റ്റിറ്റ്യുവൻസ് ആയിട്ടാണ് ഗണിക്കുക. അപ്പോൾ ഈ വ്യത്യസ്ത ഫങ്ഷണൽ ഗ്രൂപ്പുകളിൽ ഏറ്റവും ഹയസ്റ്റ് പ്രയോറിറ്റി ഉള്ളത് SO3H ഗ്രൂപ്പിനാണ്. അപ്പോൾ ഈ കോമ്പൗണ്ട് ശരിക്കും ഒരു സൾഫോണിക് ആസിഡ് ആണ്. അതിൽ ക്ലോറിൻ സബ്സ്റ്റിറ്റ്യുവൻ്റ് വരുന്നതായിട്ടാണ് നമ്മൾ പരിഗണിക്കുക. അപ്പോൾ ഈ ക്ലോറിൻ ഇല്ലാതെ ഈ കോമ്പൗണ്ടിൻ്റെ പേര് ബെൻസീൻ സൾഫോണിക് ആസിഡ് എന്നാണ്. ബെൻസീൻ സൾഫോണിക് ആസിഡ്, അതിൽ ക്ലോറിൻ സബ്സ്റ്റിറ്റ്യുവൻ്റ്. അപ്പോൾ ആദ്യത്തെ സ്ട്രക്ചർ നോക്കിക്കേ. ബെൻസീൻ സൾഫോണിക് ആസിഡിൽ SO3H ഗ്രൂപ്പിൻ്റെ രണ്ടാമത്തെ പൊസിഷനിലാണ് ക്ലോറിൻ. അപ്പോൾ ഇതിൻ്റെ പേര് 2-ക്ലോറോ ബെൻസീൻ സൾഫോണിക് ആസിഡ്. 2-ക്ലോറോ ബെൻസീൻ സൾഫോണിക് ആസിഡ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ കോമ്പൗണ്ടിൻ്റെ പേരോ ക്ലോറിൻ ഇല്ലാതെ അത് ബെൻസീൻ സൾഫോണിക് ആസിഡ് ആണ്. ഇനി ക്ലോറിൻ വന്നു കഴിയുമ്പോൾ SO3H ഗ്രൂപ്പിൻ്റെ നാലാമത്തെ പൊസിഷനിലാണ് ക്ലോറിൻ. അപ്പോൾ പേര് 4-ക്ലോറോ ബെൻസീൻ സൾഫോണിക് ആസിഡ്. 4-ക്ലോറോ ബെൻസീൻ സൾഫോണിക് ആസിഡ്. നാലാമത്തെ റിയാക്ഷനാണ് ഫ്രീഡൽ-ക്രാഫ്റ്റ്സ് റിയാക്ഷൻ. നമ്മൾ ആരോമാറ്റിക് കോമ്പൗണ്ട്സിൻ്റെ ബെൻസീൻ ഉൾപ്പെടുന്ന കോമ്പൗണ്ടുകളുടെ ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻസ് പറയുമ്പോൾ ഹാലോജനേഷൻ, നൈട്രേഷൻ, സൾഫോണേഷൻ, ഫ്രീഡൽ-ക്രാഫ്റ്റ്സ് റിയാക്ഷൻ, ഇങ്ങനെ 4 എണ്ണമാണ് മെയിനായിട്ട് പറയുക. ഈ 4 റിയാക്ഷൻസ് ആണ് ബെൻസീൻ റിംഗ് ഉൾപ്പെടുന്ന കോമ്പൗണ്ടുകൾ തരുന്ന ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. അപ്പോൾ നമ്മളിനി അടുത്ത് വരുന്ന എല്ലാ ചാപ്റ്റേഴ്സിലും ഈ ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻസ് റിപ്പീറ്റഡ് ആയിട്ട് വരും. ഹാലോജനേഷൻ, നൈട്രേഷൻ, സൾഫോണേഷൻ, ഫ്രീഡൽ-ക്രാഫ്റ്റ്സ് റിയാക്ഷൻ. ഇത് 4 നമ്മൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ചതാണ് ബെൻസീൻ്റെ കേസിൽ. നമ്മൾ അവിടെയും പഠിച്ചിട്ടുണ്ട് ഫ്രീഡൽ-ക്രാഫ്റ്റ്സ് റിയാക്ഷൻ. അത് 2 തരത്തിലുണ്ട്. ഫ്രീഡൽ-ക്രാഫ്റ്റ്സ് ആൽക്കൈലേഷനും ഫ്രീഡൽ-ക്രാഫ്റ്റ്സ് അസൈലേഷനും. ഈ 2 റിയാക്ഷനും അൺഹൈഡ്രസ് അലൂമിനിയം ക്ലോറൈഡിൻ്റെ പ്രസൻസിലാണ് നടക്കുക. അൺഹൈഡ്രസ് അലൂമിനിയം ക്ലോറൈഡിൻ്റെ പ്രസൻസിൽ നടക്കുന്ന ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷനാണ് ഫ്രീഡൽ-ക്രാഫ്റ്റ്സ് റിയാക്ഷൻ. അത് 2 തരത്തിലുണ്ട്. ആൽക്കൈലേഷനും അസൈലേഷനും. ആൽക്കൈലേഷൻ എന്ന് പറഞ്ഞാൽ സബ്സ്റ്റിറ്റ്യൂഷൻ ബൈ ആൽക്കൈൽ ഗ്രൂപ്പ്. ബെൻസീൻ റിങ്ങിലെ ഏതെങ്കിലും ഹൈഡ്രജനെ H+ ആയി റിമൂവ് ചെയ്തിട്ട് ആ സ്ഥാനത്തേക്ക് ഒരു ആൽക്കൈൽ ഗ്രൂപ്പ് മീഥൈലോ ഈഥൈലോ പ്രൊപ്പൈലോ ഒക്കെ വരുന്ന റിയാക്ഷനാണ് ആൽക്കൈലേഷൻ. അസൈലേഷൻ എന്ന് പറഞ്ഞാൽ ബെൻസീൻ റിങ്ങിലേക്ക് ഒരു അസൈൽ ഗ്രൂപ്പ് വരും. ആൽക്കൈലേഷനിൽ ആൽക്കൈൽ ഗ്രൂപ്പാണ്. അപ്പം ഞാൻ ഇങ്ങനെ R എന്ന് എഴുതാം. അസൈൽ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ RC ഡബിൾ ബോണ്ട് O. RC ഡബിൾ ബോണ്ട് O. ഈ ഗ്രൂപ്പിനെയാണ് നമ്മൾ അസൈൽ ഗ്രൂപ്പ് എന്ന് വിളിക്കുക.
അപ്പോൾ ബെൻസീൻ റിങ്ങിലേക്ക് ആൽക്കൈൽ ഗ്രൂപ്പ് വരുന്ന റിയാക്ഷനാണ് ഫ്രീഡൽ ക്രാഫ്റ്റ്സ് ആൽക്കൈലേഷൻ. അസൈൽ ഗ്രൂപ്പ് വരുന്ന റിയാക്ഷനാണ് ഫ്രീഡൽ ക്രാഫ്റ്റ്സ് അസൈലേഷൻ. നമുക്ക് ആദ്യം ആൽക്കൈലേഷൻ നോക്കാം. നമ്മൾ ഹാലോ അലീൻസിൻ്റെ റിയാക്ഷൻസ് ആണ് പഠിച്ചുകൊണ്ടിരിക്കുക. ഞാനൊരു ഹാലോ അലീൻ എക്സാമ്പിൾ എഴുതുന്നു, ക്ലോറോബെൻസീൻ. ഇതിലേക്ക് ആൽക്കൈൽ ഗ്രൂപ്പിനെ കൊണ്ടുവരാൻ നമ്മൾ ഹാലോ ആൽക്കെയിൻസ് ആണ് ഉപയോഗിക്കുക. ഉദാഹരണത്തിന് CH3Cl, ക്ലോറോ മീഥെയ്ൻ. റിയാക്ഷൻ നടക്കുന്നത് അൺഹൈഡ്രസ് അലൂമിനിയം ക്ലോറൈഡിൻ്റെ പ്രസൻസിലാണ്. അപ്പോൾ ഹാലോ ആൽക്കെയിനുമായിട്ടാണ് റിയാക്ഷൻ. CH3Cl ആണ് ഇവിടെ എടുത്തിരിക്കുക, ക്ലോറോ മീഥെയ്ൻ. അപ്പോൾ അത് ഇവിടുത്തെ ഈ CCl ബോണ്ട് മുറിഞ്ഞിട്ട് Cl മൈനസ് ആയിട്ട് പോകും. ഈ CH3 ഗ്രൂപ്പ് പോസിറ്റീവാണ്. അപ്പോൾ ബെൻസീൻ റിങ്ങിലെ ഹൈഡ്രജൻ H+ ആയിട്ട് പോയിട്ട് ആ സ്ഥാനത്തേക്ക് CH3 ഗ്രൂപ്പ് വന്ന് അറ്റാച്ച് ചെയ്യും. അപ്പോഴും ക്ലോറിനാണ് ഓൾറെഡി ഉള്ള സബ്സ്റ്റിറ്റ്യൂവൻറ്റ്. അപ്പോൾ രണ്ടാമത്തെ സബ്സ്റ്റിറ്റ്യൂവൻറ്റിന് ഓർത്തോ പൊസിഷനിലേക്കും പാരാ പൊസിഷനിലേക്കും വരാം. പ്രോഡക്റ്റ് നോക്കുക. കണ്ടോ ഇവരുടെ പേര്? ഈ ക്ലോറിൻ ഇല്ലാതെ ബെൻസീൻ റിങ്ങിൽ CH3 ഗ്രൂപ്പ് വരുന്ന കോമ്പൗണ്ടാണ് ടൊളുവീൻ. മീഥൈൽ ബെൻസീൻ അഥവാ ടൊളുവീൻ. ടൊളുവീനിൽ ക്ലോറിൻ സബ്സ്റ്റിറ്റ്യൂവൻ്റ്. അപ്പോൾ എത്രാമത്തെ പൊസിഷനിലാണ് ഇവിടെ? രണ്ടാമത്തെ. അപ്പോൾ ഇത് 2-ക്ലോറോ-ടൊളുവീൻ, ഇത് 4-ക്ലോറോ-ടൊളുവീൻ. 2-ക്ലോറോ-ടൊളുവീൻ ആൻഡ് 4-ക്ലോറോ-ടൊളുവീൻ. കിട്ടിയോ? ഇനി രണ്ടാമത്തേത് അസൈലേഷൻ. ഫ്രീഡൽ ക്രാഫ്റ്റ്സ് അസൈലേഷൻ. സബ്സ്റ്റിറ്റ്യൂഷൻ ബൈ അസൈൽ ഗ്രൂപ്പ്. ബെൻസീൻ റിങ്ങിലേക്ക് അസൈൽ ഗ്രൂപ്പിനെ കൊണ്ടുവരാൻ നമുക്ക് ആസിഡ് ക്ലോറൈഡോ ആസിഡ് അൺഹൈഡ്രൈഡോ ഉപയോഗിക്കാം. ആസിഡ് ക്ലോറൈഡ് ഓർ ആസിഡ് അൺഹൈഡ്രൈഡ്. ഞാനിവിടെ ആസിഡ് ക്ലോറൈഡ് കൊണ്ടുള്ള റിയാക്ഷനാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ആസിഡ് ക്ലോറൈഡ് എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ, CH3COOH. ഇതൊരു ആസിഡാണ്. COOH ഗ്രൂപ്പ് വരുന്ന കോമ്പൗണ്ട്സ് ആണ് കാർബോക്സിലിക് ആസിഡ്സ്. ഈ കാർബോക്സിലിക് ആസിഡ്സിലെ OH ഗ്രൂപ്പ് മാറി ആ സ്ഥാനത്ത് ക്ലോറിൻ വരുന്നവരാണ് ആസിഡ് ക്ലോറൈഡുകൾ. അപ്പോൾ ആസിഡ് ക്ലോറൈഡുമായിട്ട് നമ്മൾ ഹാലോ ബെൻസീനെ റിയാക്ട് ചെയ്യിക്കുന്നു. ഉദാഹരണം ഞാനിവിടെ എടുക്കുക, CH3COCl. റിയാക്ഷൻ നടക്കുക അൺഹൈഡ്രസ് അലൂമിനിയം ക്ലോറൈഡിൻ്റെ പ്രസൻസിൽ. അപ്പോൾ ഇവിടെ ബെൻസീൻ റിങ്ങിലേക്ക് വരാൻ പോകുന്നത് ഈ ഗ്രൂപ്പാണ്, CH3CO ഗ്രൂപ്പ്. CH3CO ഗ്രൂപ്പ് വരുമ്പോൾ ഇവിടെ ഒരു CCl ബോണ്ട് ഉണ്ട്. ഈ ക്ലോറിൻ Cl മൈനസ് ആയിട്ട് അങ്ങോട്ട് പോകും. അപ്പോൾ ഈ കാർബൺ C+Oയിലെ കാർബൺ പോസിറ്റീവ് ആകും. ആ പോസിറ്റീവ് കാർബൺ ആണ് ബെൻസീൻ റിങ്ങിനോട് അറ്റാച്ച് ചെയ്യുക. അപ്പോൾ പ്രോഡക്റ്റ് നിങ്ങൾ എഴുതുമ്പോൾ ശ്രദ്ധിച്ച് എഴുതണം. COCH3 പ്ലസ് ക്ലോറിൻ്റെ പാരാ പൊസിഷനിൽ. ഇതാണ് രണ്ടാമത്തെ പ്രോഡക്റ്റ്.
ഇനി ഇതിൻ്റെ പേര്, ഇതിനകത്തെ മെയിൻ ഫങ്ഷണൽ ഗ്രൂപ്പ് സി ഡബിൾ ബോണ്ട് ഒ ഗ്രൂപ്പാണ്. സി ഡബിൾ ബോണ്ട് ഒ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ കീറ്റോ ഗ്രൂപ്പാണ്. നമ്മൾ കേട്ടിട്ടുണ്ട് കീറ്റോ ഗ്രൂപ്പ്. ഇപ്പം കീറ്റോ ഗ്രൂപ്പ് വരുന്ന കോമ്പൗണ്ടുകൾ കീറ്റോൺസ് ആണ്. അപ്പോൾ ക്ലോറോബെൻസീൻ്റെ ഫ്രീഡൽ ക്രാഫ്റ്റ്സ് അസൈലേഷൻ വഴി നമുക്ക് കിട്ടുന്നത് കീറ്റോണുകളാണ്. ഈ കീറ്റോണിൻ്റെ പേര് നമുക്കൊന്ന് നോക്കാം. ഈ ക്ലോറിൻ ഇല്ലാതെ ഈ കീറ്റോണിൻ്റെ പേര് അസറ്റോഫീനോൺ എന്നാണ്. അസറ്റോഫീനോൺ. ക്ലോറിൻ ഇല്ലാതെയുള്ള പേരാണ് അസറ്റോഫീനോൺ. അപ്പോൾ ക്ലോറിൻ കൂടെ വരുമ്പോൾ പേര് ഈ CH3CO ഗ്രൂപ്പിൻ്റെ രണ്ടാമത്തെ പൊസിഷനിലാണ് ക്ലോറിൻ. അപ്പോൾ പേര് 2-ക്ലോറോ അസറ്റോഫീനോൺ. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ പേര് 4-ക്ലോറോ അസറ്റോഫീനോൺ. കിട്ടിയോ? 2-ക്ലോറോ അസറ്റോഫീനോൺ ആൻഡ് 4-ക്ലോറോ അസറ്റോഫീനോൺ. അപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ചത് ഹാലോ അറീൻസിൻ്റെ ഇലക്ട്രോഫീലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ആണ്. 4 റിയാക്ഷൻസേ ഉള്ളൂ. ഹാലോജനേഷൻ, നൈട്രേഷൻ, സൾഫോണേഷൻ, ഫ്രീഡൽ ക്രാഫ്റ്റ്സ് റിയാക്ഷൻ. ആ ഫ്രീഡൽ ക്രാഫ്റ്റ്സ് റിയാക്ഷൻ കണ്ടിട്ടുണ്ട്. അപ്പം അത് നെയിംഡ് റിയാക്ഷൻസ് വളരെ പ്രധാനപ്പെട്ടതാണ്. നിങ്ങൾ ഈ ഇക്വേഷൻസ് എഴുതി തന്നെ പഠിക്കണം. നിങ്ങൾ ഫോക്കസ് പോയിന്റ് നോട്ട് വെച്ച് പഠിക്കുമ്പോൾ നിങ്ങൾ സ്വയം ഒന്ന് നോട്ട്ബുക്കിലേക്ക് എഴുതി പഠിക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഈ ചാപ്റ്ററിൻ്റെ 2 ചെറിയ കാര്യങ്ങൾ കൂടി നമുക്ക് പഠിക്കാനുണ്ട്. 2 നെയിംഡ് റിയാക്ഷൻസ്. അത് നമ്മളുടെ ഫോക്കസ് പോയിന്റിൽ എടുത്ത് പറയുന്നില്ലെങ്കിലും നെയിംഡ് റിയാക്ഷൻസ് ആയതുകൊണ്ട് നമുക്ക് അതും കൂടി ഒന്ന് ഡിസ്കസ് ചെയ്യണം. അപ്പോൾ തൽക്കാലം നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. നാളെ ഒരു ക്ലാസ്സും കൂടെ ഞാനിടും. ടൈം ടേബിൾ പ്രകാരം നാളെ നമുക്ക് കെമിസ്ട്രി ക്ലാസ് ഇല്ലാത്തതാണ്, ശനിയാഴ്ച ക്ലാസ് ഇല്ലാത്തതാണ്. പക്ഷേ ആ ചാപ്റ്റർ ഒന്ന് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ക്ലാസ്സും കൂടെ നാളെ പോസ്റ്റ് ചെയ്യാം. ഇന്ന് വളരെ ചെറിയൊരു ടോപ്പിക്ക് എടുത്തിട്ടുള്ളൂ. ഇത് നന്നായിട്ട് എഴുതി ഇന്ന് തന്നെ പഠിച്ച് മനസ്സിൽ ഉറപ്പിക്കുക. അടുത്ത ആഴ്ച ഈ ചാപ്റ്ററിൻ്റെ ഒരു ടെസ്റ്റ് പേപ്പർ ഉണ്ടാകും. അതിനു മുൻപ് എല്ലാ ക്ലാസ്സുകളും കണ്ട് നോട്ട്സ് എടുത്ത് നന്നായിട്ട് എഴുതി പഠിക്കണം. നമ്മുടെ CE മാർക്കിന് വേണ്ടിയിട്ടുള്ള ഒരു ടെസ്റ്റ് പേപ്പറാണ് അടുത്ത ആഴ്ച നടത്തുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. വീണ്ടും നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.